മലയാളികൾ ദിവസേന കഴിക്കുന്ന ആഹാര രീതികളിൽ വരുത്തുന്ന ചില ഗുരുതരമായ വീഴ്ചകൾ കുടലിനെ ബാധിക്കുന്ന മാരകമായ ക്യാൻസറിലേക്ക് നയിച്ചേക്കാമെന്ന ഭീതിതമായ മുന്നറിയിപ്പാണ് ആധുനിക മെഡിക്കൽ ശാസ്ത്രം നൽകുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ നാരുകളുടെ അഥവാ ഫൈബറിന്റെ അളവ് ഗണ്യമായി കുറയുന്നത് മലാശയ അർബുദത്തിനുള്ള സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു എന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. യൂറോപ്യൻ മോളിക്യുലർ ബയോളജി ലബോറട്ടറിയിലെ ഗവേഷകർ കുടലിലെ സൂക്ഷ്മാണുക്കളെയും മലത്തിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യവും അടിസ്ഥാനമാക്കി നടത്തിയ വിപുലമായ പഠനങ്ങളിലാണ് ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുൻപ് പ്രസിദ്ധീകരിച്ച 27ഓളം പഠനങ്ങളിലെ ഡാറ്റ പുനഃപരിശോധിച്ചും കുടലിലെ ടിഷ്യൂ സാമ്പിളുകൾ വിശകലനം ചെയ്തുമാണ് ശാസ്ത്രലോകം ഈ നിർണായക നിഗമനത്തിൽ എത്തിച്ചേർന്നത്. നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ കൃത്യമായി നടക്കണമെങ്കിൽ ലയിക്കാത്ത നാരുകൾ അടങ്ങിയ ഭക്ഷണം അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ ആവശ്യത്തിന് നാരുകൾ അടങ്ങിയിരിക്കുമ്പോൾ അവ ദഹനനാളത്തിൽ വെച്ച് വെള്ളം ആഗിരണം ചെയ്യുകയും ശരീരത്തിലെ മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും വേഗത്തിൽ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാരുകളുടെ അളവ് കുറയുമ്പോൾ ഈ പ്രക്രിയ സാവധാനത്തിലാവുകയും മാലിന്യങ്ങൾ കുടലിൽ കെട്ടിക്കിടന്ന് കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു. ഇത് കുടലിന്റെ ഭിത്തികളിൽ വിട്ടുമാറാത്ത വീക്കത്തിനും അസ്വസ്ഥതകൾക്കും കാരണമാകും. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ നാരുകൾ അടങ്ങിയ ആഹാരം കുടലിലെത്തുമ്പോൾ ദഹനനാളത്തിലെ നല്ല ബാക്ടീരിയകൾ അവയെ പുളിപ്പിക്കുകയും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഫാറ്റി ആസിഡുകൾക്ക് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയെ തടയാനുള്ള അത്ഭുതകരമായ ശേഷിയുണ്ടെന്ന് ഗവേഷകർ തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവ കുടലിലെ പ്രയോജനകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും കുടലിലെ വീക്കം കുറച്ച് ക്യാൻസർ വരാനുള്ള സാധ്യതകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. നാരുകൾ കുറയുമ്പോൾ ഈ സംരക്ഷണ കവചമാണ് ശരീരത്തിന് നഷ്ടപ്പെടുന്നത്. ഈ അവസ്ഥ ദീർഘകാലം തുടരുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ തകർക്കുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ലിൻ സിൻഡ്രോം പോലുള്ള ജനിതക അവസ്ഥകൾ ഉള്ളവരിലും വിട്ടുമാറാത്ത വീക്കം കാരണം കുടലിൽ ഒന്നിലധികം പോളിപ്പുകൾ രൂപപ്പെടാൻ ഇത് കാരണമാകും. ഈ പോളിപ്പുകൾ കാലക്രമേണ DNA ഘടനയെ നശിപ്പിക്കുകയും മലാശയ അർബുദമായി മാറുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവരിൽ ഈ അപകട സാധ്യത ഇരട്ടിയാണ്. പരിസ്ഥിതിയിൽ നിന്നുള്ള വിഷവസ്തുക്കളും നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമ്പോൾ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അപകട സാധ്യതയുള്ള വ്യക്തികളും കുടുംബത്തിന് മുൻപ് ഇത്തരം രോഗചരിത്രം ഉള്ളവരും 45 വയസ്സ് മുതൽ തന്നെ കൊളറക്ടൽ ക്യാൻസർ സ്ക്രീനുകൾക്ക് വിധേയമാകേണ്ടത് അനിവാര്യമാണ്. മെഡിക്കൽ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്, രോഗം വരാതിരിക്കാൻ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾക്കൊപ്പം കൃത്യമായ സമയത്തുള്ള പരിശോധനകളും ശരീരത്തെ സംരക്ഷിക്കാൻ ആവശ്യമാണ്. മലാശയ അർബുദത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടായിരിക്കുക എന്നത് ഓരോരുത്തർക്കും ജീവൻ രക്ഷാ ഉപാധിയാണ്. വിട്ടുമാറാത്ത വയറുവേദന, മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണപ്പെടുക, മലദ്വാരത്തിലൂടെയുള്ള രക്തസ്രാവം എന്നിവയെല്ലാം ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ സാധാരണ മലവിസർജന ശീലങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളും മലവിസർജനം പൂർണ്ണമായി നടക്കുന്നില്ലെന്ന തോന്നലും അവഗണിക്കരുത്. കാരണങ്ങളൊന്നുമില്ലാതെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതും കടുത്ത ക്ഷീണവും ഇതിന്റെ അനുബന്ധ ലക്ഷണങ്ങളായി വരാം. ഈ മാരകമായ അവസ്ഥയെ പ്രതിരോധിക്കാൻ യാതൊരുവിധ കൃത്രിമമായ ഉൽപ്പന്നങ്ങളുടെയോ വലിയ ചെലവുകളുടെയോ ആവശ്യമേ ഇല്ല. പൂർണ്ണമായും പ്രകൃതിദത്തമായ ജീവിതശൈലിയിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നമുക്ക് ഈ രോഗത്തെ തടയാനാകും. നാരുകൾ ധാരാളമായി അടങ്ങിയ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ എന്നിവ നമ്മുടെ നിത്യേനയുള്ള ആഹാരക്രമത്തിന്റെ ഭാഗമാക്കണം. പ്രകൃതിദത്തമായ ഈ ആഹാര രീതി കുടലിലെ ദഹന പ്രക്രിയ സുഗമമാക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ സ്വാഭാവികമായി പുറന്തള്ളുകയും ചെയ്യും. ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെ അമിതവണ്ണം കുറയ്ക്കുവാനും ശരീരഭാരം കൃത്യമായും നിലനിർത്തുവാനും സാധിക്കുന്നു. അമിതവണ്ണം കുറയുന്നതിലൂടെ മലാശയ അർബുദം വരാനുള്ള സാധ്യതകൾ 10 മടങ്ങ് കുറയുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ശാരീരിക അധ്വാനങ്ങളിൽ ഏർപ്പെടുന്നതും കുടലിന്റെ ചലനങ്ങളെ കൃത്യമായി നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ ദൈനംദിന ശീലങ്ങളിൽ ഇത്തരം ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതിയാകും. വൻകുടലിന്റെയും മലാശയത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മുടെ പൊതുവായ ആയുസ്സിനെയും ഊർജ്ജസ്വലതയെയും നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൃത്രിമ ഭക്ഷണങ്ങളോടും പ്രോസസ് ചെയ്ത മാംസങ്ങളോടും വിട പറഞ്ഞ് പ്രകൃതി നൽകുന്ന ഫൈബർ അടങ്ങിയ ആഹാരത്തിലേക്ക് മടങ്ങുക എന്നതാണ് ഇതിനുള്ള ശാശ്വത പരിഹാരം. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെ കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ നമ്മുടെ അടുക്കളകളിൽ നിന്നും ഈ മാറ്റം ആരംഭിക്കേണ്ടതുണ്ട്.
നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനായി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ ശാസ്ത്രീയമായ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കുക. രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം മാത്രമാണ് വരും തലമുറയെ മാരകമായ ക്യാൻസർ ഭീതിയിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഏക പോംവഴി.